വനംവകുപ്പ് ജോലിയിൽ പ്രവേശിച്ച ഒരാൾ അപ്രതീക്ഷിതമായിട്ടായിരുന്നു വനംവകുപ്പ് ജോലിയിലേക്ക് പ്രവേശിച്ചത്. തിരുവനന്തപുരം പാറശാല സ്വദേശിനിയായ ബിസ്മി ഈ വനത്തെ പ്രണയിച്ചു തുടങ്ങിയതിനോടൊപ്പം തന്നെ അതിനിടയ്ക്ക് എപ്പോഴൊക്കെയോ ബിസ്മിയിലെ ഫോട്ടോഗ്രാഫറും അങ്ങ് ഉണർന്നു. ഫോണിൽ ചിത്രശലഭങ്ങളുടെ മറ്റ് ചിത്രങ്ങളൊക്കെ എടുത്തു തുടങ്ങിയ ബിസ്മി ഇന്ന് വനംവകുപ്പിലെ ജോലിക്കൊപ്പം തന്നെ ഒരു പ്രൊഫഷണൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായും പരുവപ്പെട്ടിട്ടുണ്ട്. രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തുള്ളിച്ചാടി ഞാൻ ക്യാമറ എടുത്തിട്ട് പോയി ഒരു അനിമലിനെയും കണ്ടില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം പോയി. അപ്പോൾ ഒരു ദിവസം ഫീൽഡ് പോയി, രാവിലെ ഹാപ്പി ആയിട്ട് പോയി. തിരിച്ചു വരുന്ന വഴിക്ക് എത്താറാവുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു അനിമലിനെയോ എന്തിനെങ്കിലും സൈറ്റ് ചെയ്തിട്ട് ഒരു നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിരിക്കും. എൻ്റെ പേര് ബിസ്മി വിൽസ് ബീബി. ഞാൻ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. 2018 ജാനുവരിയിലാണ് ഞാൻ വനംവകുപ്പിൽ സർവീസിന് കയറുന്നത്. 2020 മുതലാണ് എനിക്ക് ഫോട്ടോഗ്രാഫിയോട് ഒരു പ്രണയമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. വനംവകുപ്പിൽ ജോലിക്ക് വന്ന സമയത്ത് തന്നെ കൂടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ, മെയിൽ സ്റ്റാഫുകളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലേഡി BFOമാർ ഇപ്പം വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ജോലിക്ക് പൊക്കൂടെ, എന്തിനാണ് വനംവകുപ്പിലോട്ട് നിൽക്കുന്നത്, വേറെ ഏതെങ്കിലും ഓഫീസ് വർക്കിന് പൊക്കൂടെ എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത്, നമ്മൾ ഏതൊരു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്താലും നമ്മൾ ഇഷ്ടത്തോടെ നമ്മൾ ജോലി ചെയ്താൽ മാത്രമേ അതിൽ നിലനിൽപ്പുള്ളൂ. ഞാൻ എന്തായാലും വനംവകുപ്പിൽ ജോലി ചെയ്ത് ഈ ഫോട്ടോഗ്രാഫി എപ്പോഴാണോ പാഷനായി തുടങ്ങിയത് അതുമുതൽ ഞാൻ ഇഷ്ടത്തോട് തന്നെയാണ് ഈ ജോലി ചെയ്യുന്നത്. എന്നാൽ മാത്രമേ ഇതിൽ വനംവകുപ്പിൽ ഉറച്ച് നിലനിൽക്കാൻ പറ്റുള്ളൂ. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന വിഷ്ണു എന്ന് പറയുന്ന വാച്ചർ ഫോട്ടോഗ്രാഫർ ഉണ്ട്. പുള്ളിയാണ് എന്നെ കൂടെ നടത്തി പിന്നെ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് പറയുന്നതും പഠിപ്പിക്കുന്നതും. പിന്നെ അവൻ ഫോട്ടോ എടുക്കുന്ന സ്ഥലത്ത് പോയിരുന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കുന്നതും. ഈ ഫോട്ടോഗ്രാഫിയിലോട്ട് വരുന്നത് പറഞ്ഞ പോലെ മെയിൽ സ്റ്റാഫ് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല, ലേഡി സ്റ്റാഫിനും വരാം. ഓരോ സ്റ്റേഷനിലും അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടികളുണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് വളക്കട സെക്ഷനിലാണ്. അപ്പോൾ അവിടെ ചെക്ക് പോസ്റ്റ് ഡ്യൂട്ടി ഉണ്ട്, EDC വർക്കുകളുണ്ട്, ഓഫീസ് ഡ്യൂട്ടികളുണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഫീൽഡും കൊണ്ടുപോകണം. ഞാൻ ഈ ഫോട്ടോഗ്രാഫി തുടങ്ങിയ സമയത്ത് തന്നെ പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്, നിനക്ക് എന്താ വട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ആ വാക്കുകളൊക്കെയാണ് എനിക്ക് കൂടുതലും പ്രചോദനം തരുവും ഈ ഫോട്ടോഗ്രാഫിയിലോട്ട് തിരിയാനുള്ള ഊർജം തരുകയും ചെയ്തത് ആ വാക്കുകളാണ്. ഗ്രാമ്പിയിലെ ടൈഗറിനെ എനിക്ക് കാണാൻ പറ്റി എന്നുള്ളതല്ലാതെ എനിക്ക് നന്നായിട്ടൊരു ഫോട്ടോ എടുക്കാൻ അതിലൂടെ കഴിഞ്ഞില്ല. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പിന്നെ PTRന്ന് പോകുന്നതിന് മുന്നേ ഒരു കടുവയെങ്കിലും ഡയറക്റ്റ് സൈറ്റ് ചെയ്യണം, ഒരു വീഡിയോ, ഒരു ഫോട്ടോ, എനിക്ക് അത് മാത്രമേ ഉള്ളൂ ആഗ്രഹം. നിതിൻ തോമസ് ആണ് നമ്മുടെ കൂടെയുള്ളത്. നിതിനെ, ശരിക്കും ഈ കാടിന്റെ ശ്വാസം എന്താണെന്ന് അറിയുന്നവർക്ക് മാത്രമേ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിലേക്ക് ആഴത്തിൽ ഇറങ്ങാൻ പറ്റുകയുള്ളൂ. സോഷ്യൽ മീഡിയയിലൂടെ ആയാലും നമുക്കറിയുന്ന വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ്മാർ ഒരുപാടുണ്ട്. പക്ഷെ ഇവിടെ ഈ കണ്ട ആളെ കുറിച്ച് ബിസ്മി ശരിക്കും ഒരു പടി മുകളിൽ കൂടിയാണ്. ഒന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്, അതോടൊപ്പം തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുമ്പോൾ കാടിന്റെ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ഒരാളാണ്. നിയമങ്ങളൊക്കെ കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ട ഒരാളാണ്. അതിന്റെ കൂട്ടത്തിലാണ് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയും. എനിക്ക് തോന്നുന്നു അത്രത്തോളം ആ ഒരു വനത്തിനെ ഇങ്ങനെ അടുത്തറിഞ്ഞുകൊണ്ടാണ് ജീവിതമായാലും ആ ജീവിതത്തിന് വേണ്ടിയുള്ള തൊഴിലായാലും ഈ ഫോട്ടോഗ്രാഫി ആയാലും എല്ലാം ഒരുമിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകുന്നത്. വനത്തിനുള്ളിലെ കാഴ്ചകൾ മനോഹരവും അതേസമയം കൗതുകം നിറഞ്ഞതുമാണ്. എല്ലാവർക്കും പക്ഷേ ഇത് ആസ്വദിക്കാൻ കഴിയണമെന്നില്ല. എന്നാൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാര്യം അങ്ങനെയല്ല. ഇവർക്ക് കാടുകളിലൂടെയൊക്കെ കടന്നു ചെല്ലാം, ആ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം. അങ്ങനെ ആസ്വദിക്കുന്നതിനിടയ്ക്കാണ് ഈ ബിസ്മി തൻ്റെ ക്യാമറ കണ്ണുകളിലൂടെ ഈ കാഴ്ചകൾ, കൗതുകം നിറഞ്ഞ കാഴ്ചകൾ, വന്യമൃഗങ്ങളുടെ കാഴ്ചകളൊക്കെ പകർത്തുന്നത്. വളരെ അപ്രതീക്ഷിതമായിട്ട് വനംവകുപ്പിലേക്ക് ജോലി കിട്ടിയെത്തുന്ന ഒരാളാണ് ബിസ്മി എന്ന് പറയുന്നത്. ആദ്യത്തെ നിയമനം അഴുത റേഞ്ചിലായിരുന്നു. അഴുത റേഞ്ചിലെത്തുമ്പോൾ ഈ കാട്ടിനുള്ളിൽ കണ്ട കാഴ്ചകളൊക്കെ ആദ്യമൊക്കെ ഒരു ചെറിയ പ്രാണികളുടെ അല്ലെങ്കിൽ ചിത്രശലഭങ്ങളുടെയൊക്കെ ചിത്രം പകർത്തിയാണ് തുടങ്ങുന്നത്. അവിടെ നിന്നും അഴുതയിൽ നിന്നും പമ്പ റേഞ്ചിലേക്ക് എത്തിയപ്പോഴേക്കും
ആൻഡ്രോയിഡ് ഫോണിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ നിന്നും ഒരു ഡിജിറ്റൽ ക്യാമറയിലേക്ക് മാറുകയാണ്. ഡിജിറ്റൽ ക്യാമറയിലേക്ക് എത്തിയപ്പോഴേക്കും പക്ഷികളുടെയൊക്കെ ചിത്രങ്ങൾ പകർത്താൻ തുടങ്ങി. അങ്ങനെ തൻ്റെ ജോലികൾക്കൊപ്പം തൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഫോട്ടോഗ്രാഫറെയും ബിസ്മി പരുവപ്പെടുത്തിയെടുക്കാൻ തുടങ്ങി. അങ്ങനെ അവസാനം വള്ളക്കടവ് റേഞ്ചിലേക്ക് എത്തിയപ്പോഴേക്കും അതൊരു പ്രൊഫഷണൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായി ബിസ്മി പരുവപ്പെട്ട് കഴിഞ്ഞിരുന്നു. അവിടെ നിന്നും വലിയൊരു ക്യാമറയൊക്കെ സ്വന്തമാക്കുന്നു, വലിയ വലിയ ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങുന്നു. പക്ഷികളിൽ നിന്നും മൃഗങ്ങളിലേക്ക് മാറുകയാണ്, കൗതുകം നിറഞ്ഞ കാഴ്ചകളിലേക്ക് മാറുകയാണ്. ചെന്നായ ആയിക്കോട്ടെ, കാട്ടുനായ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കാട്ടാനക്കൂട്ടം, ഒറ്റയാൻ, അങ്ങനെ പല മൃഗങ്ങളുടെ ചിത്രങ്ങൾ പകർത്തുന്നു. ഇനിയുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, നിലവിൽ പെരിയാർ ടൈഗർ റിസർവിലാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കടുവയുടെ ചിത്രം പകർത്തണമെന്നുള്ളത് വളരെ വലിയൊരു ആഗ്രഹമാണ്. കടുവയെ നേരിട്ട് കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട്, പക്ഷെ അതൊരു ചെറിയ സമയമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ ക്യാമറ എടുത്ത് പിന്നാലെ ഓടിയെങ്കിലും കടുവയുടെ ചിത്രം പകർത്താൻ സാധിച്ചില്ല. ഇനിയുള്ള ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു നല്ലൊരു കടുവയുടെ ചിത്രം കൂടെ പകർത്തണമെന്നുള്ളതാണ്. പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹം അങ്ങ് നടക്കട്ടെ അല്ലേ? ശരിക്കും ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആ ഒരു മേഖലയിലേക്ക് എത്തിയപ്പോഴാണ് ഈ ഫോട്ടോഗ്രാഫി ആ ഒരു കഴിവ് കൂടുതൽ പരുവപ്പെടുത്തി എടുക്കാൻ പറ്റിയത്. അപ്പോൾ ഈ ഒരു ജോലിയോടൊപ്പം തന്നെ നിൽക്കുന്നത് കൊണ്ട് കൃത്യമായിട്ട് ജോലി ചെയ്യുകയും ഫോട്ടോഗ്രാഫി വീണ്ടും വീണ്ടും ഇങ്ങനെ ആ കഴിവുകൾ പരുവപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ തന്നെ തുടർന്ന് പോട്ടെ. നല്ല ഫോട്ടോകളും വീഡിയോകളും കേട്ടോ, അത് എടുത്തു പറയുകയാണ്. ഒരു കടുവയെങ്കിലും മുന്നിൽ കിട്ടണമെന്നാണല്ലോ. കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അത്രത്തോളം പരിശ്രമിക്കുന്നുണ്ടല്ലോ. ശരി നിതിനെ.